ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഇപ്പോൾ എൻ്റെ വണ്ടിയുമായിട്ട് നിൽക്കുന്നത് ഒരു ട്രാക്കിലാണ്. അതായത് നമ്മളുടെ ഒരു ഗ്രൗണ്ടാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം വണ്ടി റിവേഴ്സൊക്കെ എടുത്ത് പഠിക്കാനായിട്ടുള്ള ഒരു ട്രാക്കിലാണ് വണ്ടിയായിട്ട് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്, ഇനി ഏതൊരാൾക്കും റിവേഴ്സ് ഏറ്റവും എളുപ്പത്തിൽ ഓടിച്ച് പഠിക്കാനും അല്ലെങ്കിൽ റിവേഴ്സ് എടുക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതിന് ഞാൻ എൻ്റെ ട്രാക്കിൽ വണ്ടിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോളും ക്ലച്ച് കൺട്രോളിങ്ങും എങ്ങനെ വണ്ടി റിവേഴ്സ് എടുക്കണമെന്ന് പറയാം. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ട്രാക്കിൽ വണ്ടി പൂർണ്ണമായിട്ടും റൗണ്ട് ചെയ്ത് റിവേഴ്സ് എടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വണ്ടി നേരെ പോകുന്നു. അതിനുശേഷം ആ ഒരു ഭാഗത്തേക്ക് വണ്ടിയുടെ റിവേഴ്സ് പോയി ഇങ്ങനെ വട്ടം കറങ്ങി പൂർണ്ണമായിട്ട് നമ്മൾ വണ്ടി റിവേഴ്സിൽ വരുന്ന രീതിയിലാണ് ഇപ്പോൾ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് റിവേഴ്സ് എടുക്കുന്ന സമയത്തുള്ള സ്റ്റിയറിംഗ് കൺട്രോളും ക്ലച്ച് കൺട്രോളും, അതോടൊപ്പം തന്നെ ഇവിടെ നിന്നൊക്കെ ഇറങ്ങുന്ന സമയത്ത് എവിടുന്ന് വണ്ടി തിരിയണം എന്നുള്ളതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടണം. ഇതിപ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും റിവേഴ്സ് എടുക്കുന്നത് കാണിക്കാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് ചെറിയ സ്പേസിലേക്കൊക്കെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടാണ് പല ആൾക്കാർക്കും ബുദ്ധിമുട്ട് റിവേഴ്സ് എടുക്കുന്ന സമയത്ത്. അതും കൂടെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഇനി നിങ്ങൾ വീഡിയോ ശ്രദ്ധയോടെ തന്നെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് വണ്ടി റിവേഴ്സ് ഓടിച്ചു നോക്കാം. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഗ്രൗണ്ട് റിവേഴ്സ് എടുക്കാനായിട്ട് സെലക്ട് ചെയ്യുക. പരമാവധി ഒരു എച്ച് ട്രാക്ക് ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. കാരണം എച്ച് ട്രാക്കിൽ റിവേഴ്സ് എടുത്തു കഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, ഒരു ട്രാക്കിൽ നിന്ന് മറ്റൊരു ട്രാക്കിലേക്ക് നമുക്ക് റിവേഴ്സ് തന്നെ റൗണ്ട് എടുത്തിട്ട് ഇങ്ങനെ വട്ടം കറങ്ങാൻ കഴിയും. ഇപ്പം നമുക്ക് ഇടത്തെ സൈഡിലേക്കോ വലത്തെ സൈഡിലേക്കോ അങ്ങനെ റിവേഴ്സ് എടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ ഓഫ് ആകാൻ പാടില്ല. അതുപോലെ തന്നെ റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് ഇതുവഴി പോകുന്നു എന്ന് മനസ്സിലാക്കണം. ഒപ്പം നമ്മളുടെ വണ്ടി ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വലത്തെ സൈഡിലേക്കാണ് റിവേഴ്സ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ വലത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എവിടെ വരുമ്പോൾ നമ്മുടെ വണ്ടി തിരിയണമെന്ന് നമുക്കൊരു കൺഫ്യൂഷനുണ്ട്. അതൊക്കെ എങ്ങനെ മാറ്റാം എന്നുള്ളത് നോക്കാം. അതിനാദ്യം നമ്മൾ ബ്രേക്കേ കാല് വെക്കുന്നു, ക്ലച്ച് ചവിട്ടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്യുന്നു, ശേഷം റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇനി നമുക്ക് നേരെ ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് വണ്ടി എപ്പോഴും ഒരു സൈഡിലേക്ക് ചേരാതിരിക്കാൻ നോക്കുക. ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ ചേരാതിരിക്കാൻ നോക്കുക. പരമാവധി നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഒരു സെൻറ്റർ പിടിച്ചു പോകാനായിട്ട് ശ്രമിക്കുക, എവിടെയാണെങ്കിലും. ഓക്കെ, അതിനുശേഷം നമ്മൾ വണ്ടി ബൈക്കിലേക്ക് ഓഫ് ആകാതെ എടുക്കാനായിട്ട് നിങ്ങൾ ബ്രേക്കിൽ നിന്ന് പതുക്കെ കാലയക്കുക. ചവിട്ടി പിടിക്കാതെ ബ്രേക്കിൽ നിന്ന് കാല് അയച്ചു വെച്ചേക്കുക, ചവിട്ടരുത്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്നു. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയച്ച് കഴിഞ്ഞാൽ വണ്ടി പതിയെ ഇതുപോലെ നീങ്ങും. നിങ്ങൾ നോക്കുക, പതിയെ നീങ്ങുന്നുണ്ട്. ഇനി ഈ സമയത്ത് വണ്ടിയുടെ സ്പീഡ് കൂടിയാൽ നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് കൂടുന്ന സമയത്ത് നമുക്ക് വണ്ടിയെ പെട്ടെന്ന് നിർത്താനായിട്ട് കഴിയും. ഇനി വണ്ടിയുടെ ബാക്ക് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സെൻറ്റർ മിറർ, റൈറ്റ് സൈഡിലെ മിറർ, ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുന്നതിനോടൊപ്പം വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തിരിഞ്ഞ് തന്നെ നോക്കാൻ ശ്രമിക്കണം. കാരണം തിരിഞ്ഞ് നോക്കിയാലേ നമുക്ക് ആ ബ്ലൈൻഡ് സ്പോട്ടുകൾ കൃത്യമായിട്ടും ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞ് തന്നെ നോക്കുക. ഒപ്പം ലെഫ്റ്റ് സൈഡിലെ മിററും കൂടെ നോക്കുക. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ മിറർ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് കൂടെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ബാക്ക് എവിടെയാണ് പോകുന്നതെന്ന് മനസ്സിലാകും. അത് തന്നെ നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുക, ഇങ്ങനെ തിരിഞ്ഞ് നോക്കി എടുക്കുക. ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് എടുക്കുന്നത്. ഇനി റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ബാക്കിലേക്ക് ഇറങ്ങി വരുന്നു. തിരിയുന്ന ഒബ്ജക്റ്റ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് പറയാം. അതിന് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് പതുക്കെ റിലീസ് ചെയ്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. എന്നിട്ട് വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുമ്പോൾ വണ്ടി പതിയെ നീങ്ങുന്നുണ്ട്, ബാക്കിലേക്ക് നീങ്ങുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് റൈറ്റ് മിറർ നോക്കുന്നു, വണ്ടി നിർത്തണമെന്ന് തോന്നുമ്പോൾ ക്ലച്ച് ഔട്ടുന്നു, ബ്രേക്ക് ഔട്ടുന്നു. ഇനി എവിടെ തിരിയണമെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റ്, ഇപ്പം ഞാൻ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റ് ആ ഒരു കമ്പിയാണ്. ആ ഒരു കമ്പിയിൽ നിന്ന് ഏകദേശം ഒരടി സ്പേസിലിട്ട് കുറച്ച് നേരത്തെ തന്നെ നമ്മുടെ വണ്ടി നിർത്തുക. ഒപ്പം നമ്മുടെ ഈ വണ്ടി ആ കമ്പിയോട് ഒത്തിരി ചേരാതിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒരുവിധം ഒരു സ്പേസ് ഇട്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ റിവേഴ്സ് ഇപ്പോൾ വലത്തോട്ട് എടുക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ സൈഡ് അവിടെ ഒരയും. അപ്പോൾ ഒരടി സ്പേസ് എടുക്കുക. അപ്പോൾ നമ്മൾ റൗണ്ട് എടുക്കുന്ന സമയത്ത് അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അത് ഏതൊരു ഒബ്ജക്റ്റിലേക്ക് തിരിയുമ്പോഴും നിങ്ങളത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മുടെ വണ്ടിയുടെ ബാക്ക് വലത്തെ സൈഡിലേക്കാണ് തിരിയേണ്ടത്. വലത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഞാനിപ്പോൾ ഒരു റൗണ്ട് തിരിച്ചു കൊടുക്കുന്നു. ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു, ബ്രേക്കിൽ നിന്ന് കാലയച്ചിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുകയാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി മൂവ് ആകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ കൊടുക്കുക. മൂവ് ആകുന്നില്ലെങ്കിൽ പതിയെ ആക്സിലറേഷൻ കൊടുക്കുക. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ അയക്കുക. ഇപ്പം നമ്മുടെ വണ്ടി നീങ്ങുന്നുണ്ട്.
ഇനി നീങ്ങുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ പ്രോപ്പർ പോയിന്റ് മനസ്സിലാക്കാനായിട്ട് ഇത് ഇങ്ങനെ തിരിഞ്ഞു നോക്കുക. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്കത് പ്രോപ്പറായിട്ട് കിട്ടും. ഒപ്പം റൈറ്റ് സൈഡിലെ മിറർ നോക്കുക. ഇതേ ഇപ്പം ഞാൻ പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് ഒടിച്ചു പിടിക്കുന്നു. ഇതേ ആ ഒരു ഭാഗം ക്ലിയർ ആയിട്ട് നോക്കുന്നു. ലെഫ്റ്റ് സൈഡ് നോക്കുന്നു. നിങ്ങൾ നോക്കുക, നമ്മുടെ വണ്ടി എടുക്കുകയാണ്. ഇപ്പോൾ ആ ഒരു ഭാഗം നോക്കി എടുക്കുകയാണ്. ഇതേ ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് തന്നെ ഇതേ ഈ ഒരു കമ്പി നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. കണ്ടോ? അപ്പോൾ ഞാനിതേ വലത്തെ സൈഡിലേക്ക് നമ്മുടെ വണ്ടി ഇങ്ങനെ വരുന്നു. വന്നതിന് ശേഷം നമ്മുടെ വണ്ടി നേരെയാക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇപ്പം ഞാൻ വലത്തെ സൈഡിലേക്കാണ് സ്റ്റിയറിംഗ് തിരിച്ചു പിടിച്ചേക്കുന്നത്. ഇതുകൊണ്ട് സ്റ്റിയറിംഗിൻ്റെ ഷേപ്പ് കണ്ടോ? ഇവിടുന്ന് ഞാനൊരു 1.5 റൗണ്ട് തിരിച്ചിങ്ങോട്ട് കറക്കിയാൽ ടയർ നേരെയാവും. ദേ 1/2 റൗണ്ട് കറക്കി, ഓക്കെ, 1 റൗണ്ട് കറക്കി, സ്റ്റിയറിംഗ് നേരെയായി, ടയർ നേരെ. ഇനി വീണ്ടും നമുക്ക് ഇവിടുന്ന് വലത്തെ സൈഡിലേക്ക് തന്നെയാണ് തിരിയേണ്ടത്. അപ്പോൾ ഇനി അടുത്തൊരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ കമ്പിയാണ്. അപ്പോൾ ആ ഒരു കമ്പിയോട് നമ്മൾ ഏകദേശം ഒരു ഒരടി സ്പേസ് വരുമ്പോൾ നമ്മുടെ വണ്ടി ചവിട്ടി നിർത്തും. ഇപ്പോൾ അങ്ങോട്ട് കമ്പിയോട് നമ്മൾ ചേരത്തില്ല, നേരെ ബൈക്കിലേക്ക് വരുന്നു. നിങ്ങൾ നോക്കുക, ക്ലച്ച് എന്ന് അയക്കുന്നു. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആക്സിലറേഷൻ കൊടുക്കുക, വണ്ടി ബൈക്കിലേക്ക് എടുക്കുക, വലത്തെ സൈഡിലെ മിറർ നോക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ നോക്കുന്നു. കണ്ടു? ഇപ്പോൾ ഏകദേശം അതിനോട് അടുത്തു. അതിനുശേഷം വണ്ടി നിർത്താനായിട്ട് ക്ലച്ച് ചവിട്ടുന്നു, ബ്രേക്ക് വരുന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? വലത്തെ സൈഡിലേക്കാണ് തിരിയേണ്ടത്. വലത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഓടിച്ചു കൊടുക്കുന്നു. ക്ലച്ച് എന്ന് പതിയെ കാലയ്ക്കാണ്. വണ്ടി നീങ്ങുന്നില്ലെങ്കിൽ, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് നീങ്ങുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുക്കുക, ക്ലച്ച് എന്ന് അയക്കുക. എന്നിട്ട് ഈ സൈഡ് ഞാനിത് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? തിരിഞ്ഞു നോക്കുമ്പോൾ ആ സ്പേസ് കാണാം. ഒപ്പം വലത്തെ സൈഡിലെ മിററിലൂടെ നോക്കുന്നു. കണ്ടോ? അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് കണ്ടിട്ട് തിരിച്ച് ഇറങ്ങാനായിട്ട് കഴിയും. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ പ്രോപ്പറായിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തിരിഞ്ഞ് ഇറങ്ങുകയാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് ഇറങ്ങി ഈ ഒരു ഭാഗം വന്നു. കണ്ടോ? സേഫായി. അപ്പോൾ ഈ ട്രാക്കിൽ ഇപ്പം ഞാൻ നേരെ കയറി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വണ്ടി ചവിട്ടി നിർത്തുക, അതിനുശേഷം വീണ്ടും സ്റ്റിയറിംഗ് നേരെയാക്കുക. ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? 1.5 റൗണ്ട് സ്റ്റിയറിംഗ് കറക്കാണ്. ഇപ്പോൾ 1/2 റൗണ്ട് കറക്കി, 1 റൗണ്ട് കറക്കി. അപ്പോൾ ഇതാണ് ഐഡിയ. ഇനി ഞാൻ വളരെ വേഗത്തിൽ റിവേഴ്സ് പോകുന്നത് നിങ്ങളെ കാണിക്കാം. നിങ്ങൾ നോക്കുക, ഞാനിത് ക്ലച്ച് എന്ന് അയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു, വണ്ടി നീങ്ങുന്നില്ല. അതുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നപ്പോൾ ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ച് എന്ന് അയക്കുന്നു. ലെഫ്റ്റ് മിറർ നോക്കുന്നു, റൈറ്റ് മിറർ നോക്കുന്നു, സെൻറ്റർ മിറർ നോക്കുന്നു, നേരെ ബാക്കിലേക്ക് പോവുകയാണ് നമ്മുടെ വണ്ടി. ഓക്കെ, ദേ ലെഫ്റ്റ് മിറർ നോക്കുന്നു, റൈറ്റ് മിറർ നോക്കുന്നു. ഇടയ്ക്ക് ഞാനിത് ഇങ്ങനെ തിരിഞ്ഞു നോക്കണം. അപ്പോൾ പ്രോപ്പറായിട്ട് എനിക്ക് ആ പോയിന്റ് മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം കമ്പിയുടെ അടുത്ത് വന്നു. അതിനുശേഷം പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുന്നു. ക്ലച്ച് എന്ന് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുന്നു. വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുക്കുന്നു. ഇതേ വണ്ടി വലത്തെ സൈഡിലേക്ക് ഇത് ഇങ്ങനെ തിരിഞ്ഞു വന്നു. നിങ്ങൾ നോക്കുക. അതിനുശേഷം ഈ ട്രാക്കിൻ്റെ ഇവിടെ വന്ന് വണ്ടി നേരെയായി. അപ്പോൾ എന്ത് ചെയ്യണം? സ്റ്റിയറിംഗ് 1.5 റൗണ്ട് നേരെയാക്കുന്നു. 1.5 റൗണ്ട് നേരെയാക്കുന്നു. വീണ്ടും നമുക്ക് ബാക്കിലേക്ക് ഇറങ്ങണം. ഞാനിത് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നു. ഇപ്പോൾ ആ കമ്പിയുടെ അടുത്താണ് വന്നേക്കുന്നത്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു? സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഒടിച്ചു കൊടുക്കുന്നു. ഇതിങ്ങനെ തിരിഞ്ഞു നോക്കുന്നു, ലെഫ്റ്റ് മിറർ നോക്കുന്നു. നമ്മളിതേ ഈ ട്രാക്കിൻ്റെ കറക്റ്റ് ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ വണ്ടി വരികയാണ്. കണ്ടോ? എന്നിട്ട് വീണ്ടും ഇവിടെ വന്നു, വീണ്ടും സ്റ്റിയറിംഗ് 1.5 റൗണ്ട് നേരെയാക്കി കൊടുക്കുന്നു. കണ്ടോ? അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് വലത്തെ സൈഡിലേക്ക് എടുക്കാൻ കഴിയും. ഇനി നമുക്ക് വണ്ടി ഇടത് റിവേഴ്സ് എടുത്ത് നോക്കാം. ആ ഒരു സമയത്ത് പാർക്ക് ചെയ്യുന്ന ഒരു കാര്യം പറയാം. ഇടത് റിവേഴ്സ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് എളുപ്പമാണ്. അതിന് നിങ്ങൾക്ക് ഈ സെക്കൻഡ് ഗ്ലാസ്, അതായത് കോ ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ട് പുറകിലുള്ള ബാക്ക് സീറ്റിൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ്. നിങ്ങളെ അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ബ്രേക്കിൽ കാല് വെക്കുന്നു, ക്ലച്ച് ചവിട്ടിയിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, റിവേഴ്സ് ഗിയർ കൊടുക്കുക. ഇടത്തോട്ടാണ് തിരിയണമെന്നുണ്ടെങ്കിൽ ഇടത്തോട്ട് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലയക്കുന്നു. അതിനുശേഷം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു. ആ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുമ്പോൾ വണ്ടി നീങ്ങില്ലെങ്കിൽ മാത്രം പതിയെ ആക്സിലറേഷൻ കൊടുക്കുക. ഇപ്പോൾ സ്റ്റിയറിംഗ് നേരെ ആക്കിയിട്ട് ഞാൻ വരുന്നു. ഈ സമയത്ത് റൈറ്റ് മിറർ നോക്കുന്നു, ലെഫ്റ്റ് മിറർ നോക്കുന്നു. വണ്ടി വേഗത കുറയ്ക്കാനായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റും ബ്രേക്കും കൂടെ മതി. അപ്പോൾ വണ്ടിയുടെ വേഗത കുറയ്ക്കാം. ഇത് നോക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കുറച്ച് ചവിട്ടി താത്തിട്ട് ബ്രേക്ക് വന്നാൽ നമുക്ക് വണ്ടിയുടെ വേഗത കുറയ്ക്കാം. വീണ്ടും നിൽക്കാനായിട്ട് ബ്രേക്കിൽ നിന്ന് കാലയക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് എടുക്കുക. അപ്പോൾ വണ്ടി ഇങ്ങനെ നീങ്ങും. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിയേണ്ടത്. അപ്പം ലെഫ്റ്റ് മിററും ഈ ഗ്ലാസിൻ്റെ എൻഡും നോക്കുക. ഇപ്പം ഇങ്ങനെ എൻഡ് നോക്കി വരുന്ന സമയത്ത് നമുക്കിത് ആ ഒരു ഭാഗത്തായിട്ട് ആ കമ്പി കാണാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കമ്പി അല്ലെങ്കിൽ അവിടെ ഒരു മതിൽ, ഇതിന് പകരം ഒരു മതിൽ അല്ലെങ്കിൽ ഒരു കല്ല്, പോസ്റ്റ്, അങ്ങനെ എന്ത് ഒബ്ജക്റ്റോ ആയിക്കോട്ടെ, ആ ഒബ്ജക്റ്റ് നമുക്ക് ഗ്ലാസിൻ്റെ ഈ ഒരു ഏരിയയിൽ കാണുന്ന സമയത്ത് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടി ആ ഒബ്ജക്റ്റിൽ തട്ടത്തില്ല. കൃത്യമായിട്ട് നമുക്ക് ചേർത്ത് തന്നെ വണ്ടി ഇടത്തോട്ട് തിരിയാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി വണ്ടി ചവിട്ടി നിർത്തുന്നു. ലെഫ്റ്റ് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ഒടിച്ചു പിടിക്കുക. അതിനുശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലറേഷൻ പെഡലിൽ വെക്കുക. ആവശ്യമുണ്ടെങ്കിൽ ആക്സിലറേഷൻ കൊടുക്കുക. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചിട്ട് ആ സെയിം ടൈമിൽ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ വണ്ടി ഇങ്ങനെ നീങ്ങും. ഓക്കെ, ഇപ്പം നോക്കുക, നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ പ്രോപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ? ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിലൊന്നും തട്ടാതെ നമ്മുടെ വണ്ടി ഇങ്ങനെ പോവാണ്. ഇനി വണ്ടി നമുക്ക് വീണ്ടും നേരെയാക്കാനായിട്ട് എന്ത് ചെയ്യണം? ഏകദേശം സ്ട്രെയിറ്റ് ട്രാക്കിൽ വന്നതിന് ശേഷം ചവിട്ടി നിർത്തുക. 1.5 റൗണ്ട് സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക. 1/2 റൗണ്ട് തിരിച്ചു, 1 റൗണ്ടിലേക്ക് വന്നു. കണ്ടോ? ഇപ്പം നേരെയായി. ഇനി വീണ്ടും നമുക്ക് ഇടത്തേക്ക് തിരിയണം. അതിനെന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുന്നു. നീങ്ങുന്നില്ലെങ്കിൽ ആ പോയിന്റിൽ നിന്ന് അയക്കുന്നതിനോടൊപ്പം ആക്സിലറേഷൻ കൊടുക്കുക. അപ്പോൾ നീങ്ങും. വീണ്ടും ആ ഒരു ഒബ്ജക്റ്റിന് നമുക്കിത് ഈ ലെഫ്റ്റ് സൈഡിലെ ആ
ഗ്ലാസിൻ്റെ ആ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ ചവിട്ടി നിർത്തുക. അതിനുശേഷം ഇത് ഇടത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുന്ന സെയിം ടൈമിൽ ആക്സിലറേഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഇടത്തെ ട്രാക്കിലേക്ക് കയറാം. കണ്ടോ? അപ്പോൾ ഇടത്തെ ട്രാക്കിലേക്ക് ഇങ്ങനെ കയറുന്നു. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, റൈറ്റ് സൈഡിലെ ഭാഗവും കൂടെ ഇങ്ങനെ നോക്കുക. ഇതേ കണ്ടോ? അപ്പോൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പാർക്ക് ചെയ്യണം, നേരെ സ്റ്റിയറിംഗ് നേരെ ആക്കുക. അതായത് ഒരു റൗണ്ട് ഇങ്ങോട്ട് തിരിക്കുന്നു, അര റൗണ്ട് തിരിച്ചു, അതിന് ശേഷം ഇത് ഒരു റൗണ്ടും കൂടെ തിരിച്ചു. ഇപ്പോൾ ടയർ നേരെ, എന്നിട്ട് നമ്മൾ വീണ്ടും ക്ലച്ച് നയിക്കുക. നേരെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുന്ന സെയിം ടൈമിൽ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ട്രാക്കിന് നേരെ ബാക്കിലേക്ക് നമുക്ക് കൊണ്ടുപോയി ഇതുപോലെ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാം. നിങ്ങൾ നോക്കിയേ, കണ്ടോ? അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ എങ്ങോട്ട് തിരിക്കണം എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ലെഫ്റ്റ് സൈഡിലേക്കാണ് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുക. എവിടെ തിരിയണമെന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. റൈറ്റ് സൈഡിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ വലത്തെ സൈഡിലേക്ക് തിരിയുക. തിരിയുന്ന സമയത്ത് ഒബ്ജക്റ്റ് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് തന്നെ നോക്കി മനസ്സിലാക്കുക. മിറർ ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ റിവേഴ്സ് എടുക്കാനായിട്ടുള്ള ചില ട്രിക്കുകളാണ് വീഡിയോയിൽ പറഞ്ഞു തന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. ഈ ഒരു വീഡിയോ ഒക്കെ വളരെ എഫേർട്ട് എടുത്ത് നല്ല വെയിലത്ത് ഷൂട്ട് ചെയ്തിരുന്ന വീഡിയോകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തുക, നിങ്ങളുടെ സംശയങ്ങളും കൂടെ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. ഒപ്പം നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തിയിടാനായിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.